ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ രണ്ടു വാക്ക് പറയുന്നത് നമ്മുടെ കലാകാരിയായ രേണുസുധിയെക്കുറിച്ചാണ്. ഈ കുട്ടി കാണിച്ചു കൂട്ടുന്ന കോലാഹലം കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യം കൂടി ഇല്ലാതാണ്. ഇതിവിടെ ചോരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരുന്നില്ലേ? ഞാനിപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക, KHDCക്ക് ഞാനൊരു വർക്ക് പിടിച്ചു കൊടുക്കുക. ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടുകൂടി എൻ്റെ ക്രെഡിബിലിറ്റിയും പോകത്തില്ലേ? രേണുസുധി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ അംഗീകരിക്കത്തില്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. രേണുസുധി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ, രേണുസുധിയുടെ ഫാദറിനോ, രേണുസുധിയുടെ മദറിനോ, രേണുസുധിയുടെ ചേച്ചിക്കോ, രേണുസുധിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനപ്രയാസപ്പെടുത്തി, എന്നെ ഒരുപാട് കരയേണ്ട അനുഭവങ്ങൾ വന്നു. കൊല്ലം സുധിയുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി കൂടെ നാണക്കേട് വന്നു. എൻ്റെ കുടുംബത്തിനാണ് നാണക്കേട്. ഞാനൊരു നല്ല കുടുംബത്തിലാണ് മുന്നോട്ട് വന്നേക്കുന്നത്. ഒരു 1/2 കോടിയോളം വിലയുള്ളൊരു സ്ഥലത്താണ് ഇപ്പോഴത്തെ വില അനുസരിച്ച് ആ വീട് സ്ഥലവും കൂടെ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 50 ലക്ഷം രൂപ തീർച്ചയായിട്ടും ലഭിക്കുന്ന, 50 ലക്ഷത്തിന് മുകളിൽ വില മതിക്കുന്ന വസ്തുവും വീടും ഉണ്ട്. ആ വീട് ചോരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കതിനെപ്പറ്റി, ചോരുന്നതായിട്ട് എനിക്ക് പുതിയ വീടാണ്. പിന്നെ അവർ പലപ്പോഴും ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ വീടിൻ്റെ സൈഡിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇവർ ബിൽഡേഴ്സ് അത് ചെയ്തിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എയർ സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ അത് ചെയ്തേക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് പറഞ്ഞേക്കും. ഇനി ഒരാൾ റെക്കമെൻഡ് ചെയ്താലും ഞാൻ സഹായിക്കുന്നു. അതെന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായല്ലോ. ഞാനൊരു റെക്കമെൻഡേഷന്റെ പേരിൽ പോയതിന്റെ തിക്തഫലങ്ങൾ എനിക്ക് ഒരുപാട് കേട്ടു. ഈ മലയാളക്കരയിൽ ആരും എന്നെ നല്ലതെന്ന് പറയണം, എനിക്ക് അതിനോട് താല്പര്യമില്ല. പറഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? യേശുക്രിസ്തുവിനെ ഹോശന്ന പാടിയിട്ട് അടുത്ത 2 ദിവസത്തിനോ എന്തോ പറഞ്ഞവര് ക്രൂശിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്നെ ആരും നല്ലത് പറയണ്ട. എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ എൻ്റെ കാര്യം പറയുന്നു. ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിരുന്ന ചെയ്യാൻ എനിക്ക് ഭയമുണ്ട്. നമസ്കാരം. ഇപ്പം നമ്മളിപ്പോൾ ചില വിവാദങ്ങളും വിമർശനങ്ങളും ചില ആളുകളുടെ വാക്കുകളൊക്കെ ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് രേണുസുധി അദ്ദേഹത്തിന് വീട് പണിതു, അത് കൊടുത്തതിന് ചില പ്രശ്നങ്ങളൊക്കെ. അച്ഛനാണ് ഇതിനകത്ത് ബിഷപ്പാണ് ഇതിനകത്ത് സ്ഥലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ശരിക്കും പറയാനുള്ളത്? ഞാൻ കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് 7 സെൻറ്റ് സ്ഥലം. രാഹുലിനും ഋതുലിനും, കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. അത് ദാനാധാരപ്രകാരമാണ് 7 സെൻറ്റ് സ്ഥലം കൊടുത്തിരിക്കുന്നത്. 2 കുട്ടികൾക്കാണ്. ഇപ്പോൾ കൊല്ലം സുധി അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം, അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്. അതെ. ഏത് ഘട്ടത്തിലാണ് ബിഷപ്പിന് മുന്നിൽ ഇങ്ങനൊരു വീട് വേണം അല്ലെങ്കിൽ എൻ്റെ സ്ഥലം വേണം എന്നുള്ളൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്? കൊല്ലം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഒരു വേർപാട് ഒരു ആക്സിഡൻറ്റിലൂടെയാണല്ലോ സംഭവിച്ചത്. ആ സമയത്ത് എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഇരുമ്പുകുഴി, അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഒരു മാധ്യമ സുഹൃത്താണ്. അദ്ദേഹം എന്നോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ്. അദ്ദേഹം എന്നോട് ഈ കൊല്ലം സുധിയുടെ കുടുംബത്തിൻ്റെ ദയനീയമായ അവസ്ഥകൾ എന്നോട് സംസാരിച്ചു. അപ്പോഴും ഞാൻ അതിന് കുഞ്ഞുങ്ങൾക്കായിട്ട് വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുക്കാമെന്ന് രാഹുലുമായിട്ട് സംസാരിക്കുകയും അതനുസരിച്ച് 24 ചാനലിലെ അതിൻ്റെ MD ആയിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട R ശ്രീകണ്ഠൻ നായർ സാർ എന്നെ നേരിട്ട് ബന്ധപ്പെടുകയും C ഉണ്ണികൃഷ്ണൻ സാറ്, സംഘടനയിലെ പല ആൾക്കാരും അങ്ങ് ഒരുമിച്ച് എന്നെ വന്ന് കാണുകയും അവർ എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ മനോഹരമായിട്ടുള്ള ഈ ഒരു വസ്തു കുഞ്ഞുങ്ങൾക്കായിട്ട് സന്തോഷപൂർവ്വം കൊടുക്കാനിടയായി. ഇപ്പോൾ ബിഷപ്പ് കുറച്ചധികം ലൊക്കേഷൻസ് ഉണ്ട് ഇവിടെ, നമ്മൾ തന്നെ കാണാം കുറേ വീടുകളുണ്ട്. അതിൽ സുധിയുടെ വീട് ഇരിക്കുന്ന അല്ലെങ്കിൽ സുധിയുടെ മക്കൾക്ക് വേണ്ടി വീട് പണിതെങ്കിൽ അതേ സ്ഥലത്ത് തന്നെയാണ് താങ്കൾ താമസിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ കൊല്ലം സുധിയും അവരുടെ കുടുംബത്തെയും ബിഷപ്പിന് പരിചയം ഉണ്ടായിരുന്നു?
ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനെ അറിയത്തില്ല. കാരണം കൊല്ലം സുധിയുടെ കുടുംബം താമസിച്ചുകൊണ്ടിരുന്ന ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ മാറിയാണ് താമസിക്കുന്നത്. 15 കിലോമീറ്ററോളം 10-15 കിലോമീറ്റർ മാറിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർ വാടകയ്ക്ക് വേറൊരു സ്ഥലത്ത് താമസിക്കുകയാണെന്നുള്ള കേൾവിയെ എനിക്കുള്ളൂ, എനിക്ക് അറിയത്തില്ലായിരുന്നു. കൊല്ലം സുധിയെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇങ്ങനെ ഒരു കലാകാരനുണ്ടെന്നുള്ളത്. കാരണം ഞാൻ ഇന്ത്യക്ക് വെളിയിൽ പല രാജ്യങ്ങളിലൊക്കെ ജീവിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് അതിനൊക്കെ സന്ദർഭങ്ങളില്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട്. പിന്നെ നാട്ടിൽ വന്നപ്പോഴാണ് പല ആൾക്കാരുമായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നല്ലൊരു കലാകാരനായിരുന്നുവെന്നും അദ്ദേഹത്തിന് പെട്ടെന്നൊരു അപകട മരണം സംഭവിച്ചു എന്നൊക്കെയുള്ള എൻ്റെ സുഹൃത്ത് വഴി ഇങ്ങനെ അറിഞ്ഞു. അങ്ങനെയാണ് ഈ സഹായ കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോയത്. ഇപ്പോൾ KHDC എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ അതെ. ശരിക്കും സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വീട് പണിത് അതെ, നൽകിയത്. പക്ഷേ ആദ്യത്തെ ഇപ്പം അച്ഛൻ ബിഷപ്പ് പറഞ്ഞതനുസരിച്ച് ആദ്യം ഫ്ലവേഴ്സും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ KHDC ഇതിനകത്തൊക്കെ എപ്പോഴാണ് ശരിക്കും വരുന്നത്? അതായത് ഈ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KHDC എന്ന് പറയുന്ന സംഘടന, അത് ഫിറോസ് എന്ന് പറയുന്ന ഒരു ബിൽഡർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘടന KHDC എന്ന് പറയുന്ന സംഘടന. KHDC അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ്. ഫേസ്ബുക്ക് കൂട്ടായ്മ. ഇതൊരു ഫേസ്ബുക്ക് കൂട്ടായ്മ. അവരങ്ങനെ വന്നിട്ട് 24